സമസ്ത സ്ഥാപക ദിനം SYS പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. കേരളത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക സംഘടനയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 99ാമത് സ്ഥാപക ദിനം ജൂൺ 26-ന് SYSന്റെ നേതൃത്വത്തിൽ കളമശ്ശേരി സോണിലെ 4 സർക്കിൾ കേന്ദ്രങ്ങളായ മെഡിക്കൽ കോളേജ്, കടുങ്ങല്ലൂർ, ഏലൂർ, ഞാലകം എന്നിവിടങ്ങളിലായി നിരവധി പ്രവർത്തകരെ അണിനിരത്തി രാജ്യത്തിന്റെ നവനിർമ്മിതികൾ പങ്കാളിയാക്കുവാൻ, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും കെട്ടുറപ്പിനും സഹിഷ്ണുതയും കാത്തുസൂക്ഷിക്കുവാൻ 2026-ൽ സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. കളമശ്ശേരിയിലെ ഏലൂർ, കടുങ്ങല്ലൂർ മെഡിക്കൽ കോളേജ്, ഞാലകം എന്നിവിടങ്ങളിൽ നടത്തിയ പരിപാടിയിൽ SYS ജില്ലാ പ്രസിഡന്റ് KSM ഷാജഹാൻ സഖാഫി, കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സഖാഫി, ഹംസ അഹ്സനി, മുജീബുദ്ദീൻ അഹ്സനി തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി. കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF, SMA മറ്റ് പ്രാസ്ഥാനിക നേതാക്കളായ സി ഐദ്രോസ് ഹാജി, മാഹിൻ ഇബ്രാഹിം മൂലയിൽ, എർമം ഇബ്രാഹിം ഹാജി, അബ്ദുൽ ഗഫാർ, മാഹിൻ, അൻസാർ KB, അലി PB, ഷഫീഖ് PL, ബാസിത്ത്, സക്കീർ ഹുസൈൻ, അബ്ദുൽ ജബ്ബാർ സക്കാഫി അൽ കാമിലി, ഷംസുദ്ദീൻ കടുങ്ങല്ലൂർ, അബ്ദുൽ സത്താർ മുപ്പത്തനം, നാസർ കുപ്പശ്ശേരി, സയ്യിദ് സാദിഖ് കോയത്തങ്ങൾ, അഷറഫ്, സലാം HMT, അയ്യൂബ്, റഫീഖ് പുന്നക്കാടൻ, അലി മുസ്ലിയാർ, ഷമീർ മധുകപ്പള്ളി, മുഹമ്മദ് കുഞ്ഞ് മണക്കാടൻ, ഷാനവാസ് തുടങ്ങിയവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി സംസാരിച്ചു. ചരിത്രം കേവലം ഓർമ്മയുമല്ല. കേരളത്തിൽ ഉദയമുള്ള സാഹചര്യങ്ങളെ കുറിച്ച് മുസ്ലിമീങ്ങളുടെ ഇന്ത്യൻ ചരിത്രം മനസ്സിലാക്കുന്ന, കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ചരിത്രം മനസ്സിലാക്കുന്ന ഒരാളെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നീണ്ട 800-ലധികം വർഷം ഇന്ത്യ മഹാരാജ്യത്ത് മഹോന്നതമായ ഭരണ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മുഗൾ ഭരണങ്ങൾക്ക് ശേഷം രാജ്യത്തേക്ക് അധിനിവേശത്തിന്റെ പേരിൽ കയറിക്കൂടിയ ബ്രിട്ടീഷുകാരുടെ നിരന്തരമായ അടിച്ചമർത്തലുകൾക്ക് വിധേയമായി 200 വർഷത്തോളം ഈ രാജ്യത്തെ ഇന്ത്യൻ പൗരന്മാർ കിരാതമായ പീഡനങ്ങൾക്കും പാർവന്തൃത്വങ്ങൾക്കും വിധേയമായപ്പോ രാജ്യത്തോടുള്ള കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും ജൂതന്മാരും പാഴ്സികളും എല്ലാവരും തോളോടുമേ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിരന്തരമായ പോരാട്ട ഭൂമിയിൽ ഏർപ്പെട്ടു. 947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ബ്രിട്ടീഷുകാരന്റെ അടിമത്തത്തിന്റെ ഉരുക്കുച്ചങ്ങനെ വലിച്ചു പൊട്ടിച്ചെറിഞ്ഞ് ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി. നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിന്റെ തീപാറുന്ന അധ്യായങ്ങൾ രചിച്ച 1921 കാലഘട്ടങ്ങളിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഐക്യത്തോടുകൂടി ജീവിക്കുന്ന ഇവിടുത്തെ ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും ഭിന്നിപ്പിച്ച് പരസ്പരം പോരെടുക്കുവാനുള്ള വൈവിധ്യങ്ങളായ തന്ത്രങ്ങൾ ബ്രിട്ടീഷുകാരൻ മെനഞ്ഞുണ്ടാക്കി. അതിന്റെ ഭാഗമെന്നോളമാണ് നമുക്കറിയാം, സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും അഭിമാനകരമായ മുന്നേറ്റങ്ങൾക്ക്
വികാരം സൃഷ്ടിച്ചുകൊണ്ട് 1992 600 വർഷക്കാലം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ആരാധന നിർവഹിച്ച ബാബരി മസ്ജിദിന്റെ ധ്വംസനത്തിന്റെ പിന്നിൽ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഇവിടുത്തെ ബ്രിട്ടീഷുകാരുടെ കടുത്ത കൈകൾ നമുക്ക് കാണാൻ കഴിയും. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശക്തികൾക്കെതിരെയുള്ള നിരന്തരമായ പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്ന ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അന്ന് സ്വാതന്ത്ര്യത്തിന്റെ തീജ്വാലയിലേക്ക് എടുത്തുചാടിയ ഏറ്റവും വലിയ വീരപോരാളികൾ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് ഭരണഘടനയെ പൂർണ്ണമായി അംഗീകരിക്കുകയും ആ ഭരണഘടനയെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് ഇവിടെ ജീവിക്കുകയും ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും മനുഷ്യനായി കാണുകയും അതേപോലെ തന്നെ ജാതിയുടെയോ വർണ്ണത്തിന്റെയോ ദേശത്തിന്റെയോ ഭാഷയുടെയോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേപോലെ മനുഷ്യനായി കാണണമെന്നുള്ള ധാർമ്മിക ബോധത്തോടുകൂടെ ഒരു സമൂഹം ഇവിടെ വളർന്നു വരേണ്ടതുണ്ട്. അതിനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സഭ 1954 അഥവാ സമസ്ത രൂപീകരിച്ചത് 30 വർഷം കഴിഞ്ഞതിനു ശേഷം SYS എന്ന് പറയുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘം രൂപപ്പെടുകയാണ്. കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ തുല്യതയില്ലാത്ത നേതൃത്വമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്നത്. 99 വർഷം പിന്നിട്ടിട്ടും ആദർശത്തിനോ ആശയത്തിനോ ആചാരങ്ങൾക്കോ വിശ്വാസങ്ങൾക്കോ കളങ്കമോ വ്യത്യാസമോ വ്യതിചലനമോ വരാതെ ഇന്ന് വരെ ശക്തമായ രൂപത്തിൽ തന്നെ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകാൻ കഴിഞ്ഞ ഒരേ ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പ്രിയപ്പെട്ടവർ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 99ാം സ്ഥാപക ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ.